RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലെ ഇന്നലെ നടന്ന മത്സരത്തെ കുറിച്ചാണ്. ആഴ്സണൽ വിസസ് PSG മത്സരത്തെ കുറിച്ച്. ആഴ്സണലിന്റെ ഗ്രൗണ്ടിലായിരുന്നു ഇന്നലെ നടന്ന മത്സരം. മത്സരത്തിൽ 1-0 PSG വിജയിച്ചു. ഈ പോക്ക് പോവുകയാണെങ്കിൽ ചങ്ങായിമാരെ ഉറപ്പായിട്ടും രണ്ടാം ലെഗ് 7-ാം തീയതി നടക്കുന്ന രണ്ടാം ലെഗിൽ PSG ഗ്രൗണ്ടിൽ ഒരു തീപാറൽ മത്സരമായിരിക്കും. ശരിക്കും PSG നിന്ന് കത്തും, അത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഒരു ഗോൾ ലീഡിലാണ് ഇവർ ഇപ്പോൾ PSG ജയിച്ചിരിക്കുന്നത്. ആഴ്സണലിന്റെ ഗ്രൗണ്ടിൽ വന്നിട്ട് അവർ ഒരു ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കളിയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ പോലെ തന്നെയാണ്. കളിയിൽ രണ്ടും തുല്യ ശക്തികളുടെ ഒരു ടീമാണ്. ഇപ്പോൾ ഗോൾ അടിക്കുകയാണെങ്കിലും ഒരു ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും ഗോൾ കീപ്പർമാരുടെ വയസ്സാണെങ്കിലും നോക്കുമ്പോൾ ഒരു തുല്യ ശക്തികളുടെ കളിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ സീസണിൽ ഫൈനലിലെത്താൻ ഇതുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് ഈ PSG-യും ആഴ്സണലും. അപ്പോൾ ഇനി സെക്കൻഡ് ലെഗിൽ എന്തായിരിക്കും നടക്കുക? PSG ആഴ്സണലിനെ പഞ്ഞിക്കിടോ അതോ അവിടെ ഇതിൽക്കാളും മികച്ചൊരു മത്സരം നടക്കും? ഇന്ന് ഗോൾ വീണ്ടില്ലെങ്കിലും മത്സരം അതിഗംഭീരമായിരുന്നു. രണ്ട് വഴിക്കാരും നല്ല അറ്റാക്കിങ്ങും ഡിഫൻസും അതേപോലെ ഗോൾ കീപ്പർമാരുടെ സേവുകളും നിറഞ്ഞു നിന്നൊരു മത്സരമായിരുന്നു. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ ആഴ്സണലിന്റെ വലയിലേക്ക് PSG ഗോള്. എന്താന്ന് പറഞ്ഞാൽ ഈ ഡെംബെല്ലിനെ പോലെയുള്ള ഒരു പ്ലെയറിനെയൊക്കെ മാൻ മാർക്ക് ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് പെനാൽറ്റി ബോക്സിൽ നിൽക്കാനായി പാസ് കൊടുക്കുന്ന ആ പാസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അങ്ങനെ ഗോൾ പോസ്റ്റിലേക്ക് തിരിച്ചു വിട്ടാണ്. അതിസുന്ദരമായ ഒരു ഗോളിലൂടെ ആഴ്സണലിനെ ഫസ്റ്റ് തന്നെ 3 മിനിറ്റ് തന്നെ ഒരു പ്രഹരം ഏൽപ്പിച്ചു. അതിനുശേഷം തുടരെ ആക്രമണങ്ങൾ, രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. എനിക്കിതിൽ എടുത്ത് പറയാമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. PSG വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിലും ലീഗ് വണ്ണിലൊക്കെ ഇത്രത്തോളം PSG മുൻകൂട്ടി ഇത്രത്തോളം മുൻകൂറിൽ എത്താനുള്ളൊരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വല കാക്കുന്ന ഡൊണറൂമ ആളിനെ കുറിച്ച് ഒന്നും പറയാനില്ല, വാക്കുകളില്ല. ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായിയുടെ കൈകൾ അതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ കളി ആയിക്കോട്ടെ, ഇതിനു മുമ്പ് നടന്ന ലിവർപൂളായിട്ടുള്ള കളി നോക്കട്ടെ, ആസ്റ്റൺ വില്ല ആയിട്ടുള്ള കളി നോക്കിക്കോട്ടെ, ഈ ചങ്ങായിനെ മറികടന്ന് ഗോൾ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഏത് ഫാൻസുകാരും നോക്കേണ്ട കാര്യമില്ല. ഈ ചങ്ങായിനെ മറികടന്ന് ഗോൾ അടിക്കുന്നവർ, അത് ആസ്റ്റൺ വില്ലയ്ക്ക് മാത്രമാണ് അന്ന് നല്ല രീതിക്ക് ഗോൾ അടിക്കാൻ പറ്റിയത്. ബാക്കി അത്യാവശ്യം നല്ല രീതിക്ക് സേവുകൾ നടത്തിയിട്ടുണ്ട്. ഈ കളിയിലായിക്കോട്ടെ, ഇതിനു മുമ്പുള്ള ലിവർപൂളിന്റെ കളിയിൽ, എല്ലാ കളിയിലും നല്ല സേവ്. ഇവർ ഈ ഇപ്പോൾ സെമിഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് മെയിൻ ഒരു ചുക്കാൻ പിടിച്ചത് ഡൊണറൂമ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അയാളുടെ ഒരു പവർ ഉണ്ടല്ലോ, ആ ഗോൾ കീപ്പർ ഇന്നിപ്പോൾ ഗോൾഡൻ ചാൻസ് 2-3 കിട്ടിയിട്ടാണ് ആഴ്സണലിന്. പക്ഷെ ഈ ചങ്ങയുടെ കൈത്തുമ്പിൽ തട്ടിയിട്ടാണ് ആ ഗോളുകളൊക്കെ. മാർട്ടിനലിന്റെ ഒക്കെ ഒരു ഗോള് തട്ടിത്തെറിപ്പിച്ചതാ. അതേപോലെ 2-3 ചാൻസുകൾ നമുക്കത് കണ്ടിട്ട് ഇങ്ങനെ ഗോളായി ഉറച്ചു നിൽക്കുമ്പോഴേ എൻഡ് ഓഫ് ദ മൂവ്മെന്റിലാണ് ഈ ചങ്ങയുടെ കയ്യിൽ ടച്ച് ചെയ്തിട്ട് പോസ്റ്റിന്റെ പുറത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചാണ് ഈ ചങ്ങയ്ക്ക്. അതിനൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കും നമ്മൾ എന്തായാലും. ലൂയിസ് എൻറിക്കിനെ സംബന്ധിച്ചോളം പാരീസ് ആഴ്സണലിന്റെ ഗ്രൗണ്ടിൽ പോയി ഒരു എവേ ഗോള് നേടിയിട്ട് അവർ തിരിച്ചു വരികയാണ് പാരീസിലേക്ക്. ഇനി പാരീസിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അടുത്ത ആഴ്ച, ഒരാഴ്ച ഗ്യാപ്പുള്ള 7-ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ആഴ്സണൽ തിരിച്ചടിക്കുക. ഒരു ഗോൾ ലീഡേ ഉള്ളൂ, ഇത് വലിയ ലീഡ് എന്ന് പറയില്ല. PSG ആണ്, പക്ഷേ ഗ്രൗണ്ട് അവർക്ക് ഹോം ഗ്രൗണ്ടിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടാവും. ഇന്ന് എവേ മത്സരത്തിൽ പോലും അവരുടെ ആരാധകർ അത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അത്രയും അവിടെ ഉള്ള പവറിൽ സൗണ്ടും ആ സ്റ്റേഡിയത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ഇവരുടെ PSG ആരാധകർ അത്രയും ആവേശത്തിൽ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചീറപ്പ് ചെയ്യുന്നതൊക്കെ കേൾക്കുമ്പോൾ അത് ഭയങ്കര വല്ലാത്ത. അപ്പോൾ ഇത്രയും ആൾക്കാർ PSG വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആ ഒരു ഗ്രൗണ്ടിലുള്ള ഒരു ഇത് കിട്ടും ഈ PSG തീർച്ചയായിട്ടും. പക്ഷെ റയൽ മഡ്രിഡിനെ ബെർണബോയിൽ പോയിട്ട് തോൽപ്പിച്ചിട്ട് വന്ന ആൾക്കാരാണ് ആഴ്സണൽ. അതും കൂടി ഒന്ന് ഓർക്കണം. അവർ ഇന്ന് കുറെ ഗോളിന് ചാൻസ് കിട്ടി, അതൊന്നും ഡൊണറൂമയുടെ മുമ്പിലും അതേപോലെ പാരീസിന്റെ ഡിഫൻസിന്റെ മുമ്പിലും അത് പറ്റിയില്ല ഗോളാക്കി മാറ്റാൻ. പക്ഷെ PSG പോയിട്ട് അവരെന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. PSG എന്താവും അവിടുത്തെ കളി ശരിക്കും പ്രവചിക്കാൻ പറ്റാത്ത മത്സരം. ഞാൻ ഇന്നലെ പറഞ്ഞു 55-45 ആണ് ചാൻസ്. PSG 45 ആണ് കരുതിയത്, പക്ഷെ PSG ആ ഫസ്റ്റ് ഗോൾ അടിച്ചു. അതിൽ പിന്നെ ഗോൾ വഴങ്ങാതെ അവർ 90 മിനിറ്റ് കളിച്ചു. ഇതിനിടയിൽ ഗോൾഡൻ ചാൻസുകൾ കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഓഫ് സൈഡായി ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ഒരു മെറാനോക്ക് ഒരു ഹെഡിലൂടെ ഗോളായി, പക്ഷെ അത് ഓഫ് സൈഡ് ട്രാപ്പ്. അത് ഇവര് ഈ ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ
ആഴ്സണൽ പ്ലേയേഴ്സ് എല്ലാം ഓപ്ഷനിൽ നിന്നിട്ട് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാന്ന് ചോദിച്ചു. പക്ഷെ ആ കയറാൻ PSG പ്ലേയേഴ്സ് അനുവദിച്ചില്ല. അങ്ങനെയാണ് ആ ഗോള് ആദ്യ ഗോള് വിളിച്ചു, പിന്നെ വാറിന് കൊടുത്ത് അത് ഓഫ് സൈഡായി. പിന്നെയും 2-3 ഗോളിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കളിയുടെ അവസാന നിമിഷത്തിൽ PSG 2 ഗോളിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മുതലാക്കാൻ ഒന്ന് റാമോസിന് ഒരു ഗോളിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മുതലാക്കാൻ പറ്റില്ല. അതൊക്കെ മുതലാക്കുകയാണെങ്കിൽ 1-2 ഗോള് അത് ബാറിൽ തട്ടിപ്പോവുക ചെയ്തത്. ഗോളിനെ മറികടന്ന് ബാറിൽ തട്ടിത്തെറിക്കുക ചെയ്തത്. അതുകൂടി ആവണമെങ്കിൽ 2-3 ഗോളിന് PSG ചാൻസ് ഉണ്ടായിരുന്നു. അത് ഭാഗ്യവും നിർഭാഗ്യം കൊണ്ട് അത് നടന്നില്ല. അപ്പൊ ഇനി എന്തായാലും സെക്കൻഡ് ലെഗ് മത്സരം എല്ലാവരും കാത്തിരിക്കായിരിക്കും. എന്ത് സംഭവിക്കാം, ആഴ്സണലിലും ജയിക്കാം, PSG ജയിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ലീഡേ ഉള്ളൂ. 90 മിനിറ്റ് സമയമുണ്ട്. 2 തുല്യ ശക്തികളുടെ പോരാട്ടമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരാം. സ്റ്റാറ്റസിക്കലി വരുമ്പോൾ 10 ഷോട്ടാണ് ആഴ്സണൽ എടുത്തത്. അതേപോലെ 11 ഷോട്ട് PSG എടുത്തിട്ടുണ്ട്. അതിൽ 5 ആഴ്സണലിന്റെ 5 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്കും PSG 4 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്കും എടുത്തിട്ടുണ്ട്. 47% പൊസിഷൻ ഉണ്ട്, 53 PSG ഉണ്ട്. പിന്നെ ഫൗളുകൾ 15-15, യെല്ലോ കാർഡ്സ് 2-2, ഓഫ് സൈഡ് 4-1, കോർണേഴ്സ് 3-1. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവരുടെ ശക്തിയും ദൗർബല്യങ്ങളും അതേപോലെ ഒത്ത എതിരാളികളാണ്. അതാണ് ഇവരുടെ ബോൾ പൊസിഷൻ മുതൽ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് സെയിം ആണ്. ഏകദേശം ഓൺ ടാർഗറ്റ് ആണെങ്കിട്ടെ, അതേപോലെ ഓഫ് സൈഡ്, കോർണേഴ്സ് എല്ലാം ഏകദേശം സമമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ PSG ഗ്രൗണ്ട് വെച്ച് നടക്കുന്നത് എന്തായാലും PSG കത്തും. അപ്പൊ ഇതിൽ കോച്ചുമാരുടെ പങ്ക്, ആർട്ടാറ്റ ആഴ്സണലിലെ എന്ത് തന്ത്രങ്ങളായിരിക്കും മെനയുക, അതേപോലെ PSG ലൂയിസ് എൻറിക്ക് എന്തായിരിക്കും അവർക്ക് ഇനി അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിലേക്ക് ഇനി ഒരാവശ്യമുള്ളത്. അപ്പോൾ ഈ ഇതിൽ ആര് ജയിക്കും, എത്ര ഗോൾ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.